ഇന്റലിജൻസ് ബ്യൂറോയിൽ 10ാം ക്ലാസ് യോഗ്യതയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത്. ജൂലൈ 26 മുതൽ ഓഗസ്റ്റ് 17 വരെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട തീയതി. 18നും 27നും ഇടയിൽ പ്രായപരിധിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. OBC കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ 3 വയസ്സിന്റെ ഇളവും അതുപോലെ തന്നെ SC/ST കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 5 വയസ്സിന്റെ ഇളവും ലഭിക്കുന്നതാണ്. 4897 വേക്കൻസിയാണ് ഓൾ ഇന്ത്യ ലെവലിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ കേരളത്തിന് മാത്രം 334 വേക്കൻസിയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് 40,000 മേലെയായിരിക്കും നിങ്ങൾക്ക് ശമ്പളം ലഭിക്കാൻ പോകുന്നത്. 21,700 മുതൽ 69,100 വരെയാണ് ഇതിന്റെ പേ സ്കെയിൽ വരുന്നത്. അതിൽ സ്റ്റാർട്ടിംഗ് നിങ്ങളുടെ DA അലവൻസ് എല്ലാം കൂട്ടുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് തന്നെ 40,000 മേലെയായിരിക്കും സാലറി ലഭിക്കാൻ പോകുന്നത്. ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ 3 കാറ്റഗറിയിലായിട്ടാണ് നടക്കാൻ പോകുന്നത്. ടയർ 1, ടയർ 2, അതുപോലെ തന്നെ ഇന്റർവ്യൂ, കൂടാതെ പേഴ്സണാലിറ്റി എബിലിറ്റി ടെസ്റ്റ്. ഇതിൽ ടയർ 1, ടയർ 2 റിട്ടേൺ എക്സാമിനേഷൻ ആയിരിക്കും. മൂന്നാമത് വരുന്നതാണ് ഇന്റർവ്യൂ. അങ്ങനെ 3 സ്റ്റേജുകളിലായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ നടക്കുന്നത്. ഇതിൽ റിട്ടേൺ എക്സാമിനേഷൻ എന്നുള്ളത് ബേസിക് മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, റീസണിങ്, കറണ്ട് അഫയേഴ്സ്, ജനറൽ നോളജ്, ഈ ഒരു 4 കാറ്റഗറിയിലുള്ള എക്സാമിനേഷൻ ബേസിലായിരിക്കും നിങ്ങളുടെ റിട്ടേൺ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത്. 334 വേക്കൻസിയാണ് കേരളത്തിന് മാത്രം ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ അൺറിസർവ്ഡ് അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ 183 വേക്കൻസി, അതുപോലെ തന്നെ OBCക്ക് 94, SC ആണെങ്കിൽ 21, STക്ക് 2, EWS അതിന് 34, അങ്ങനെ ടോട്ടൽ 334 വേക്കൻസിയാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു അവസരമാണ്. 10ാം ക്ലാസ് മാത്രം മിനിമം യോഗ്യതയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇന്റലിജൻസ് ബ്യൂറോ എന്നുള്ളത് നമ്മുടെ ഹോം മിനിസ്ട്രിയുടെ അണ്ടറിൽ ഡയറക്റ്റ് വരുന്നതാണ്. അതിൻ്റെ ഓരോ ഫെസിലിറ്റീസും കാരണം യൂണിഫോം സേനയിലേക്ക് ലഭിക്കുന്നത് അതേ മാതൃകയിലുള്ള ഓരോ ഫെസിലിറ്റീസും ഈ ഒരു ജോലിക്കും ലഭിക്കുന്നതാണ്. ആയതിനാൽ ഈ ഒരു വീഡിയോ കേരളത്തിലെ എല്ലാ ഉദ്യോഗാർത്ഥികളിലേക്കും പരമാവധി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ആപ്ലിക്കേഷനും കൊടുക്കുക. എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്.